പാകിസ്ഥാൻ എന്ന ഭീകരത നിറഞ്ഞ രാജ്യത്തിന് ₹1 പോലും ധനസഹായം നൽകരുതെന്ന് IDB ബാങ്കിനോട് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു വാക്കിനെ മാനിക്കാതെ ശക്തമായ എതിർപ്പിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ $800 നൽകിയിരിക്കുകയാണ്. ഭീകരവാദത്തിന് പ്രോത്സാഹനമായി അവർക്ക് ഒരു ചില്ലിക്കാശ് പോലും നൽകരുതെന്ന് IMF-നോടും സമാനമായ ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും അവരും ഇന്ത്യയുടെ എതിർപ്പിനെ മാനിക്കാതെ തന്നെ പണം നൽകി. അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF-ൽ നിന്ന് പാകിസ്ഥാൻ $1 ബില്യൺ അതായത് ഏകദേശം 8500 കോടി രൂപ പാക്കേജ് നേടിയതിന് ഒരു മാസത്തിന് ശേഷമാണ് ഈ ധനസഹായം കൂടെ പാകിസ്ഥാൻ കൈപ്പറ്റാൻ ഒരുങ്ങുന്നത്. ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ്. കടുത്ത വരൾച്ചയിലും കൊടിയ ദാരിദ്ര്യത്തിലുമാണ് ആ രാജ്യം കടന്നു പോകുന്നത്. എന്നാൽ ഈ ധനസഹായം കൊണ്ട് അവിടുത്തെ പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് അത് ആകുമോ എന്നതും വളരെ സംശയം നിലനിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും കെട്ടിപ്പടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമം നടത്തുന്നത്. അതിൽ ₹1 പോലും ആ നാടിന്റെ വികസനത്തിനോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനോ വേണ്ടി ഉപയോഗിക്കുമെന്നതും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. വികസനത്തിന് പകരം ഈ തുക സൈനിക ചിലവുകൾക്കും ഭീകരന്മാരുടെ വയറ് നിറയ്ക്കുവാനും വഴിതിരിച്ചു വിടാനുമായിട്ടുള്ള ഉപയോഗത്തിനും അത് ഉപയോഗിക്കുമെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഭീകരവാദ ധനസഹായത്തിന്റെ പേരിൽ ധനസഹായം നൽകരുതെന്ന് അതിനെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഏഷ്യൻ വികസന ബാങ്ക് പാകിസ്ഥാന് $800 മില്യൺ ബെയിൽ ഔട്ട് പാക്കേജ് അംഗീകരിച്ചിരിക്കുന്നത്. ദുരുപയോഗം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഏഷ്യൻ വികസന ബാങ്ക് പാകിസ്ഥാന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നതിനെ ഇന്ത്യ ശക്തമായി തന്നെ എതിർത്തതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. 2018-ൽ GDP-യുടെ 13% നികുതി വരുമാനം 2023-ൽ വെറും 9.2% ഗണ്യമായി കുറഞ്ഞതും പ്രതിരോധ ചിലവിലെ വർധനവും പാകിസ്ഥാന്റെ സാമ്പത്തിക ദുർബലതയെ ഇന്ത്യ ഉയർത്തിക്കാട്ടിയിരുന്നു. അതുപോലെ തന്നെ IDB അതിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര വായ്പാ നിധികളിൽ നിന്നുമെല്ലാം തന്നെ വായ്പകൾ വികസനത്തിന് പകരം സൈനിക ചിലവുകൾക്കായി ഇവർ വഴിതിരിച്ചു വിടുമോ എന്ന ആശങ്കയും ഇന്ത്യ ഭയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടിയായിരുന്നു ഇന്ത്യ സ്വീകരിക്കാൻ ഒരുങ്ങിയതും. അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷണ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ തിരികെ ഉൾപ്പെടുത്താൻ ഇന്ത്യ ആവശ്യപ്പെട്ടതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 2022-ലാണ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്നും FATF ഒഴിവാക്കിയത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതിലും രാജ്യത്തിന്റെ നില മെച്ചപ്പെടുത്തുന്നതിന് വഴി തുറന്നിരുന്നു. വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പക്ഷം വിദേശ നിക്ഷേപത്തിനും രാജ്യാന്തര ഇടപെടലുകൾക്കും കടുത്ത തിരിച്ചടിയാകുകയും ചെയ്യും. ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്യുമെന്നായിരുന്നു വിലയിരുത്തലുകൾ പുറത്തു വന്നതും. ലോക രാജ്യങ്ങൾക്ക് സുസ്ഥിരത വളർച്ചയും അതുപോലെ സമൃദ്ധിയും കൈവരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അന്താരാഷ്ട്ര നാണയനിധി. അതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് പരിഗണിക്കുന്നതും. 191 അംഗരാജ്യങ്ങളാണ് നിലവിൽ IMF-ലുള്ളത്. ഉൽപാദനക്ഷമത, അതുപോലെ തൊഴിലവസര സൃഷ്ടി, സാമ്പത്തിക ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സ്ഥിരതയും പണസമാഹരണവും പ്രോത്സാഹിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ അംഗരാജ്യങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവയോട് മാത്രമാണ് IMF-ന് ഉത്തരവാദിത്തമുള്ളതും. അന്താരാഷ്ട്ര പണ സഹകരണം വർദ്ധിപ്പിക്കുക, വ്യാപാര സാമ്പത്തിക വളർച്ചയുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക, സമൃദ്ധിയെ ദോഷകരമായി ബാധിക്കുന്ന നയങ്ങളെ നിരുത്സാഹപ്പെടുത്തുക എന്നിങ്ങനെ 3 നിർണായക ദൗത്യങ്ങളാണ് IMF-നുള്ളത്. ഈ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിന് IMF അംഗരാജ്യങ്ങൾ പരസ്പരം സഹായിച്ചും മറ്റും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായും സഹകരിച്ചും പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനെതിരെ ഇരട്ട സാമ്പത്തിക പ്രഹരത്തിനാണ് ഇന്ത്യ നീക്കം നടത്തുന്നതും. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സംഘടന കൂടിയാണ് FATF. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.